പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് നടിയും ഗായികയും ബിഗ് ബോസ് മലയാളം സീസൺ 5 മത്സരാർത്ഥിയുമായ മനീഷ. വലിയ ചർച്ചകൾക്ക് വഴിവെച്ച വേളയിൽ ഈ ഒരു വിഷയത്തിൽ തന്റെ പ്രതികരണത്തെക്കുറിച്ചെല്ലാം മനീഷ പറഞ്ഞിരുന്നു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് താരം ഇതേക്കുറിച്ചുമെല്ലാം സംസാരിച്ചത്. എന്നാൽ ഈ ഒരു അഭിമുഖത്തിൽ മനീഷയെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചോദിച്ച അവതാരകന് കുറിക്ക് കൊള്ളുന്ന മറുപടിയും താരം നൽകുന്നുണ്ട്. ഇപ്പോൾ മുട്ടുന്ന കാലഘട്ടമാണല്ലോ. നിലനിൽപ്പിനും അവസരത്തിനും വേണ്ടി ചേച്ചിക്ക് മുട്ടിയ വാതിൽ തുറന്നു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നായിരുന്നു അവതാരകന്റെ ആ ചോദ്യം. ഇതിനെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മനീഷ മറുപടി പറഞ്ഞത്. എനിക്കങ്ങനെ തുറന്നു കൊടുക്കേണ്ടി വന്നുവെങ്കിൽ എന്റെ 100ാമത്തെ സിനിമ ഞാൻ ഇവിടെ ആഘോഷിച്ചേനെ. എന്ത് ഊള ചോദ്യമാണ് താൻ ചോദിക്കുന്നത്? മുട്ടുമ്പോൾ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? എല്ലാവരുടെയും എക്സ്പീരിയൻസ് അതാണോ? ഇത്തരത്തിൽ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വൈറലാക്കാനാണോ? ആളും തരവും കണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം. അനാവശ്യ വിവാദങ്ങളും വാർത്താ പ്രാധാന്യവും ലഭിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല ഞാൻ. ഇത്തരം ചോദ്യങ്ങൾ എന്റെ മുമ്പിലിരുന്ന് പരിചയമുള്ള ആൾക്കാർ ചോദിച്ചാൽ ചെപ്പാ കുറ്റി അടിച്ചു പൊളിക്കും ഞാൻ. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെയാണോ എന്നായിരുന്നു മനീഷ പറഞ്ഞത്. ശേഷവും തന്റെ ചോദ്യത്തിൽ തെറ്റില്ല എന്ന നിലപാടിലായിരുന്നു അവതാരകൻ. തന്റെ ചോദ്യത്തെ ന്യായീകരിക്കുന്ന അവതാരകനോട് കൂടുതൽ കിടന്ന് മെഴുകണ്ട എന്നും വീട്ടിൽ പോയി അമ്മയോടോ പെങ്ങളോടോ ഇങ്ങനെ പോയി ചോദിക്കുമോ എന്ന മനീഷയുടെ ചോദ്യത്തിന് എന്റെ അമ്മയും പെങ്ങൾമാരും സിനിമയിലില്ല എന്നായിരുന്നു അവതാരകന്റെ മറുപടി. അതേസമയം ഈ ഒരു വീഡിയോ വളരെ പെട്ടെന്നായിരുന്നു വൈറലായി മാറിയത്. പിന്നാലെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ട്രോളുകളും അവതാരകനെതിരെ വന്നിരിക്കുകയാണ്. അതേസമയം തനിക്കും അഭിനയ മേഖലയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് മനീഷ പറഞ്ഞിരുന്നു. സഹപ്രവർത്തകനിൽ നിന്ന് തന്നെയായിരുന്നു ആ ഒരു ദുരനുഭവം. ആ ദുരനുഭവം ഞാൻ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ബന്ധപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ചു. അയാളുടെ ഭാഗത്ത് നിന്ന് ക്ഷമയും ഇനി ഒരു ശല്യവും ഉണ്ടാകില്ല എന്ന് തീർപ്പുണ്ടായി. പിന്നീട് അയാളിൽ നിന്നൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ എല്ലാ സ്ത്രീകൾക്കും എവിടെ നിന്നെങ്കിലും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അതിനെ എതിർക്കാനുള്ള മരുന്ന് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ കയറി പിടിച്ചാൽ നോ എന്ന് പറയാനുള്ള ധൈര്യം സ്ത്രീ ആദ്യം ആർജിച്ചെടുക്കണമെന്നും നമ്മളെക്കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്നാണ് മനീഷ പറയുന്നത്. മുതലക്കണ്ണീർ ഒഴുക്കാതെ ജനുവനായി കണ്ണീർ ഒഴുക്കുന്നവരുടെ മുന്നിൽ നീതി ദേവത കണ്ണു തുറക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പഞ്ചപുച്ഛമടക്കി മിണ്ടാതെ ഇരുന്നെങ്കിൽ എന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ 100ാമത്തെ പടം ആഘോഷിച്ചേനെ. ഇല്ലെങ്കിൽ 2 നില കെട്ടിടവും ഒരുപാട് സാമ്പത്തിക സ്ഥിതിയും ഒക്കെ ഉണ്ടായേനെ. എനിക്ക് മാന്യത ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം മതി എനിക്ക് അവസരം. പട്ടിണി കിടന്നാലും അഭിമാനത്തോടെ മരിക്കും എന്നാണ് മനീഷ പറഞ്ഞത്.